ഒരു കപ്പിളിൽ ചിലപ്പോൾ ഒരാൾ പിണങ്ങണ സ്വഭാവമുള്ള ആളായിരിക്കാം. സോ ഇറ്റ് വിൽ ബി വെരി നോർമൽ ആ കപ്പിളിൽ ചില വഴക്കുകൾ, ചില ആർഗ്യുമെൻറ്റ്സിന് ശേഷം ഒരു 3-4 ദിവസം ഇന്ന വീക്ക് ഒരാൾ എപ്പോഴും പിണങ്ങിക്കൊണ്ടിരിക്കും. വർത്താനമില്ല, വളരെ അതിന് നമ്മൾ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുക. ഒരു റിയാക്ഷനും ഇല്ലാണ്ട് ഇങ്ങനെ സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ നടക്കണം. അത് മറ്റേ ആൾക്ക് ഒരു പ്രശ്നമായിട്ട് തീരാം. വേർ ദി അതർ പേഴ്സൺ ഈസ് പ്രോബബ്ലി എ ലിറ്റിൽ മോർ മെച്യൂർ ആൻഡ് വാണ്ട്സ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ ഈ വ്യക്തി ഈസ് ഓൾവേസ് ട്രീറ്റിംഗ് ദി അതർ പേഴ്സൺ സൈലൻ്റ്ലി. ഇതിലെന്താ ഉണ്ടാവണതെന്ന് വെച്ചാൽ, ദ പേഴ്സൺ ഹൂ വാണ്ട്സ് ടു ടോക്ക് ഫീൽസ് ഫ്രസ്ട്രേറ്റഡ്. പിന്നെ ഇത് വേറെ വേറെ ഓവർ തിങ്കിങ്ങും പ്രശ്നങ്ങളിലേക്ക് നീങ്ങാം. സോ ദ പേഴ്സൺ ഹൂ വാണ്ട്സ് ടു ടോക്ക് ഷുഡ് ട്രീറ്റ് ദിസ് വിത്ത് ക്യൂരിയോസിറ്റി. അപ്പോൾ അത് ചിലപ്പോൾ ഇയാൾ ട്രെയിൻ ചെയ്ത് വന്ന രീതി അങ്ങനെയായിരിക്കാം. ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഓൾവേസ് വർക്ക്സ് വിത്ത് എവ്രി വൺ എന്നുള്ള ചിന്തയിലായിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു പാർട്ട്ണറാണ് ഹൂ വാണ്ട്സ് ടു ടോക്ക് അബൌട്ട് ദിസ് എന്നുള്ള ആ ഒരു പാർട്ട്ണറാണെങ്കിൽ നമ്മൾ ലെറ്റ് us ട്രീറ്റ് ഇറ്റ് വിത്ത് ക്യൂരിയോസിറ്റി. എന്താ പറ്റി? ഭയങ്കര ക്വയറ്റ് ആണല്ലോ കുറച്ച് ദിവസമായിട്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതോ ഞാൻ എന്തെങ്കിലും ചെയ്യണതായിട്ട് അതോ എനിക്കത് വെറുതെ തോന്നണതാണോ ഇങ്ങനെ ക്വയറ്റായിട്ട് ഇരിക്കണമെന്ന് എന്നുള്ള രീതിയിൽ ക്യൂരിയസ് ചോദ്യങ്ങളായിട്ട് ഇത് അങ്ങോട്ട് ചെല്ലണതായിരിക്കാം കുറച്ചും കൂടി നല്ലത്.